ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് സ്പീക്കർ ഓം ബിർള. രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലെ കൃത്യമായ ഇടപെടലുകളിലൂടെ ഇന്ത്യ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി മാറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രതിരോധ മേഖലയിൽ റഷ്യയുമായുള്ള ബഹുമുഖ സഹകരണം ആഴത്തിലാക്കുന്ന ചർച്ചകൾ ഫലപ്രദമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് വരും വർഷങ്ങളിൽ നഗരവൽക്കരണം 40 മുതൽ 50% വരെ വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. കേരളത്തിൽ 31 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു. വോട്ടെണ്ണൽ നാളെ. വാർത്തകൾ വിശദമായി. ഭരണ പ്രതിപക്ഷ വാഗ്വാദത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 12 മണിവരെ നിർത്തിവച്ച് സഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ലോക്സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ എംപിമാരുടെ പെരുമാറ്റത്തെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ഭരണപക്ഷമാണ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതെന്ന് പ്രതിപക്ഷ എംപിമാർ പ്രതികരിച്ചു. ഇതിനെതിരെ ഭരണപക്ഷ എംപിമാർ മുദ്രാവാക്യവുമായി രംഗത്തു വന്നതോടെ സഭ പ്രക്ഷുബ്ധമായി. തുടർന്ന് നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഡൽഹിയിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ആം ആദ്മി എംപി സഞ്ജയ് സിംഗ് സഭയിൽ ഉന്നയിച്ചു. ഇതിനെതിരെ ഭരണപക്ഷ എംപിമാർ രംഗത്തു വന്നതോടെ സഭ പ്രക്ഷുബ്ധമായി. തുടർന്ന് സഭാ നടപടികൾ നിർത്തിവയ്ക്കുന്നതായി രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ അറിയിക്കുകയായിരുന്നു. പാർലമെന്റ് നടപടികൾ സുഗമമായി നടക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സംവാദങ്ങളിലും ചർച്ചകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാർലമെന്റ് അംഗങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. സുപ്രധാന നിയമനിർമ്മാണങ്ങൾ നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പാർലമെന്റിലെ എല്ലാ അംഗങ്ങളുടെയും ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കും മുൻഗണന നൽകുമെന്നും ശ്രീ റിജിജു പറഞ്ഞു. രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ പക്ഷപാതപരമായ സമീപനം പുലർത്തുന്നതായി ആരോപിച്ചാണ് INDIA എംപിമാർ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലെ കൃത്യമായ ഇടപെടലുകളിലൂടെ ഇന്ത്യ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി മാറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഊർജ്ജ സംരക്ഷണ ബിൽ ഭാവി തലമുറയ്ക്കായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ തെളിവാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. India is the voice of Global South, has rightly taken up the leadership in climate action. The government's initiatives such as the 2022 Energy Conservation Bill, the Green Credit Initiatives and the Lifestyle for Environment or LIFE movement are clear demonstration of India's commitment to building a clean and green planet for future generations. സാധാരണക്കാരുടെ ശബ്ദമാകുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഇന്ത്യ റഷ്യ സൈനിക സഹകരണ കമ്മീഷന്റെ 21ാമത് യോഗം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെയും റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെരസോവിന്റെയും സംയുക്ത അധ്യക്ഷതയിൽ ചേർന്നു. പ്രതിരോധ മേഖലയിൽ റഷ്യയുമായുള്ള ബഹുമുഖ സഹകരണം ആഴത്തിലാക്കുന്ന ഫലപ്രദമായ ചർച്ചകൾ നടന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് യോഗത്തിന് ശേഷം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് ഡൽഹിയിൽ അമേരിക്കൻ ജൂതസമിതി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US ഉഭയകക്ഷി പങ്കാളിത്തത്തെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു. ഇന്ത്യ US ബന്ധത്തിന് അമേരിക്കൻ ജൂതസമിതിയുടെ ദീർഘകാല പിന്തുണയെ വിലമതിക്കുന്നതായി ജയശങ്കർ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. രാജ്യത്ത് നഗരവൽക്കരണം 35% വർദ്ധിച്ചെന്ന് കേന്ദ്ര നഗര ഭവനകാര്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. വരും വർഷങ്ങളിൽ ഇത് 40 മുതൽ 50% വരെ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. നഗരവൽക്കരണ തോത് ഉയരുന്നതിനൊപ്പം രാജ്യത്ത് അടിസ്ഥാന സൌകര്യങ്ങളുടെ പ്രാധാന്യവും വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന 2.0യിലൂടെ നഗരപ്രദേശങ്ങളിൽ 1 കോടി വീടുകൾ നിർമ്മിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വർഷം 7 ലക്ഷം വീടുകളുടെ നിർമ്മാണം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണറായി റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര നാളെ ചുമതലയേൽക്കും. 3 വർഷത്തേക്കാണ് നിയമനം. 7ാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഫൈനൽ റൌണ്ടിന് നാളെ തുടക്കം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ 51 കേന്ദ്രങ്ങളിലാണ് ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 2024ന്റെ സോഫ്റ്റ്വെയർ എഡിഷൻ ഗ്രാൻഡ് ഫിനാലെ ജമ്മു IITയിൽ നാളെ നടക്കും. നൂതന കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രാൻഡ് ഫിനാലെയിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവദിക്കും. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തണിന്റെ 7ാമത് എഡിഷൻ ഈ വർഷം ഓഗസ്റ്റിലാണ് ആരംഭിച്ചത്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യും. മേളയുടെ ഡെലിഗേറ്റ് സെൽ ഉദ്ഘാടനവും പാസ് വിതരണവും ഇന്ന് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ലോകത്തിന്റെ ഒരുമയാണ് ചലച്ചിത്രമേളകളുടെ ലക്ഷ്യമെന്നും ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയെന്നും ശ്രീ സജി ചെറിയാൻ പറഞ്ഞു. ഡെലിഗേറ്റുകൾക്ക് കൃത്യമായി സിനിമ കാണാനുള്ള സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള കൂടുതൽ മെച്ചപ്പെടുത്തി നടത്താനാണ് തീരുമാനിച്ചത്. 13,000 ഡെലിഗേറ്റ്സുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിൽ അവർക്ക് എല്ലാവർക്കും കൃത്യമായി സിനിമ കാണുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും സാംസ്കാരിക വകുപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോട് സാംസ്കാരിക പരിപാടികൾ ഇതിന്റെ ഭാഗമായി ഈ വർഷം നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ പുതുമ കൊണ്ട് ലോകത്തിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ചലച്ചിത്രമേളയായി മാറുകയാണ്. ഇവിടെ അതിനുവേണ്ടി വലിയ തരത്തിലുള്ള ശ്രമമാണ് നടക്കുന്നത്. കേരളത്തിൽ 31 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതിരഞ്ഞെടുപ്പ് നടന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. അന്തരിച്ച മുൻ കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണയുടെ സംസ്കാരം ജന്മനാടായ മദ്ദൂരിലെ സോമനഹള്ളിയിൽ നാളെ നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബംഗളൂരുവിലെ വസതിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കർണാടക സർക്കാർ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്തപൂർവ്വ പുനർനിർമ്മാണത്തിന് ആവശ്യമായ വിഭവങ്ങൾ സംസ്ഥാനത്തിന് മാത്രമായി കണ്ടെത്താൻ കഴിയുന്നതല്ലെന്ന് 16ാം ധനകാര്യ കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ പ്രശ്നത്തിൽ സംസ്ഥാനത്തിന് സാമ്പത്തിക സഹായത്തിനുള്ള ശുപാർശ ധനകാര്യ കമ്മീഷൻ നടത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. UDF തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ധനകാര്യ കമ്മീഷന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം 41% നിന്നും 50% ഉയർത്തണമെന്ന ആവശ്യം കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരത്ത് ഈ മാസം 12, 13 തീയതികളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി സുതാര്യവും പൌരകേന്ദ്രീകൃതവുമായ ഭരണം വളർത്തിയെടുത്തതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. 2018ഓടെ കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ 80%-ലധികം പ്രവർത്തനങ്ങളും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയതായി കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ 16ാം വാർഷിക കൺവെൻഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ ചടങ്ങിൽ സംബന്ധിച്ചു. 2023ൽ രാജ്യത്തുടനീളമുള്ള ക്ഷയരോഗം മൂലമുള്ള മരണം 21.4% കുറഞ്ഞതായി കേന്ദ്ര സർക്കാർ. രാജ്യത്ത് ക്ഷയരോഗബാധയിൽ 17.7% കുറവുണ്ടായിട്ടുണ്ടെന്ന് സഹമന്ത്രി അനുപ്രിയ പട്ടേൽ രാജ്യസഭയിൽ പറഞ്ഞു. ഇന്ത്യയെ TB വിമുക്തമാക്കാൻ ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീമതി അനുപ്രിയ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് സ്പീക്കർ ഓം ബിർള. രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലെ കൃത്യമായ ഇടപെടലുകളിലൂടെ ഇന്ത്യ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി മാറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രതിരോധ മേഖലയിൽ റഷ്യയുമായുള്ള ബഹുമുഖ സഹകരണം ആഴത്തിലാക്കുന്ന ചർച്ചകൾ ഫലപ്രദമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് വരും വർഷങ്ങളിൽ നഗരവൽക്കരണം 40 മുതൽ 50% വരെ വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. കേരളത്തിൽ 31 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു. വോട്ടെണ്ണൽ നാളെ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.